ഇന്ന് എന്നതാ സ്പെഷ്യല്? സ്പെഷ്യൽ ഒന്നുമില്ല മാണിക്കുഞ്ഞെ, സാധാരണ ഇവിടെ ഉണ്ടാവാറുള്ളതേ ഉള്ളൂ. ഇവിടെ സാധാരണ ഉണ്ടാവാറുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് സ്പെഷ്യൽ തന്നെയാന്നേ. അതുകൊണ്ടല്ലേ രാവിലെ ഞാൻ ഒന്നും കഴിക്കാതെ സ്കിപ്പ് ചെയ്ത് നേരെ ഇങ്ങോട്ട് ചാടുന്നത്. അപ്പൊ അമ്മയ്ക്ക് കഴിക്കാനൊക്കെയോ? അമ്മച്ചിയോ? അമ്മച്ചി കഴിക്കാൻ അവിടെ ഫുഡുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു ടേസ്റ്റും ഇല്ലാന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, വലുതും ഉണ്ടാക്കാൻ അറിയൊന്നും വേണ്ട ഉണ്ടാക്കാൻ. ആരാ ഉണ്ടാക്കുന്നത്? ഞാൻ തന്നെ. അപ്പോ ആ പാവപ്പെട്ട അമ്മയെ വേണ്ട രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? ഇതെന്താ സാറേ, പ്ലേറ്റിൽ ചിത്രം വരയ്ക്കണോ? മോനെന്താ കഴിക്കാത്തെ? എനിക്ക് വേണ്ടമ്മേ. സാറിന്റെ ചിന്തകള് എത്രമാത്രം മാറിപ്പോയി. സാറ് ഗാതമാടത്തിനെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട്. സുമിത്രേ, ഇതൊക്കെ എടുത്ത് മൂടി വെച്ചേക്ക്. കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് മതി, അല്ലെങ്കിൽ ആർക്കും വേണ്ട. ഈ വിവാഹാലോചനയുടെ കാര്യം നവീൻ ആദ്യം വന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അവന്റെ ബിസിനസിന് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് തീരുമാനിച്ചു എന്ന്. അങ്ങനെ അവനെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞ എനിക്ക് അന്ന് ആ സമയം മുതൽ മനസ്സിനൊരു പേടിയായിരുന്നു. വിവാഹം കഴിഞ്ഞാലും അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഓർത്തിട്ട്. പക്ഷേ ഇപ്പൊ കണ്ടോ, ഗാഥയോട് അവന് എന്തൊരു സ്നേഹോ. ഗാഥമോൾ അവന്റെ മനസ്സിൽ അങ്ങനെ കയറി കൂടി കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പൂജകളൊക്കെ ഭംഗിയായി കഴിഞ്ഞിട്ട് നവീനും ഗാഥയും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നത് കണ്ടാ മതി. അതങ്ങനെ തന്നെ നടക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് സുമിത്രയുടെ ഭാഗത്തു നിന്നാ. അവര് രണ്ടുപേരും കുട്ടികളാ. ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ നമുക്കുള്ള ഭയം അവർക്കുണ്ടാകണമെന്നില്ല. ഗാഥമോളുടെ കാര്യത്തില് എനിക്കിപ്പോ സംശയമില്ല. പക്ഷേ നവീൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാല് അമ്മേ, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ വീട്ടിലെ മറ്റാരേക്കാളും നവീനെ ശാസിക്കാനുള്ള അധികാരം നിനക്കാ. നീ പറഞ്ഞ അവൻ എന്തും കേൾക്കും. അവൻ എന്തെങ്കിലും കുസൃതി കാട്ടിയാ ഒന്ന് വിലക്കണമെന്നാ ഞാൻ പറഞ്ഞത്. പൂജയ്ക്ക് വേണ്ടിയല്ലേ അമ്മേ, ഞാൻ പറഞ്ഞോളാം അവനോട്. എങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയില് സ്നേഹമുള്ളൊരു ജീവിതം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. കാരണം അത്രയ്ക്കും ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയാ ആ പൂജാമുറിയിൽ ഇരിക്കുന്നത്. അവള് നമുക്കെല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. വ്രതമെടുക്കുന്ന കുട്ടി അനുഷ്ഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് തറവാട്ടമ്മ പറഞ്ഞു തരും. അതിലൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. തിരുമേനി, കുറച്ച് ഇളവ് അനുഭവിച്ചൂടെ? ഈ 41 ദിവസത്തെ ഉപവാസം എന്നൊക്കെ പറയുമ്പോ
നിർമ്മലയ്ക്ക് സുഖമില്ലാത്തതാണ്. ആ അതെ, അമ്മ അസുഖത്തിന് മരുന്നൊക്കെ കഴിക്കുന്നതാ. അങ്ങനെയുള്ളവര് വ്രതം എടുക്കുന്നത് ശരിയല്ലാന്നല്ലേ? അങ്ങനെയാണെങ്കിൽ വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ടതില്ല. പക്ഷെ ഈ 41 ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് പാപകർമ്മം ചെയ്ത ഈ ശരീരം സംസ്കരിക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ എല്ലാ പേർക്കും അത് സമ്മതമാണെങ്കിൽ പരിഹാര പൂജകൾ ചെയ്യണമെന്നില്ല. അയ്യോ, ഞാൻ ചെയ്തോളാം തിരുമേനി. അയ്യോ, പറയുന്നത് എന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാം. അങ്ങനെ ആട്ടെ.